ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ താരീഖിൻ്റെ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് വായിക്കാം. കൻആൻ, അലി റളിയല്ലാഹു അൻഹു, ഹൻദമ, സജാഹ്, അസ്മാ റളിയല്ലാഹു അൻഹു, അഞ്ചാണ്, ഇമാമുൽ ഹുദ, ബസ്ര. ഒന്നാമത്തെ ചോദ്യം, ഊലുൽ അസ്മുകൾ ഡാഷ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും ആൻസർ സെലക്ട് ചെയ്യുമ്പോൾ ഊലുൽ അസ്മുകൾ 5 എന്നതാണ് അതിൻ്റെ ശരിയുത്തരം. രണ്ടാമത്തെ ചോദ്യം, ഇസ്രായേൽ വംശത്തിൻ്റെ നാട്. അപ്പം അതിൻ്റെ ശരിയായ ഉത്തരം കൻആൻ. അടുത്ത ചോദ്യം, 4 വർഷവും 9 മാസവും ഭരണം നടത്തി. അപ്പോൾ 4 വർഷവും 9 മാസവും ഭരണം നടത്തിയത് ആരാണെന്ന് ഈ ബ്രാക്കറ്റിൽ നിന്നും നമ്മൾ കണ്ടെത്തി ഉത്തരം എഴുതണം. അതിൻ്റെ ഉത്തരം അലി റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യം, സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. അതിൻ്റെ ഉത്തരം അസ്മാ റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തെ ചോദ്യം, കള്ളപ്രവാചകൻ. അപ്പോൾ അതിൻ്റെ ഉത്തരം സജാഹ്. അടുത്ത ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. അതിൻ്റെ ഉത്തരം ഹൻതമ. ഇനി 7ാമത്തെ ചോദ്യം, ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹുയുടെ ജനനം. അതിൻ്റെ ഉത്തരം ബസ്ര. 8ാമത്തെ ചോദ്യം, ഇമാം അബു മൻസൂരിൽ മാതുരീദി അറിയപ്പെടുന്ന പേര്. അതിൻ്റെ ഉത്തരം ഇമാമുൽ ഹുദ. ഇനി അടുത്ത ഭാഗം വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുയുടെ ജനന സ്ഥലം. അതിൻ്റെ ഉത്തരം ഫലസ്തീനിലെ ഗസ. രണ്ടാമത്തെ ചോദ്യം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. അതിൻ്റെ ഉത്തരം ഫാത്തിമ. മൂന്നാമത്തെ ചോദ്യം, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ജനിച്ച ഹിജ്റ വർഷം. അതിൻ്റെ ഉത്തരം ഹിജ്റ 93. ചോദ്യം 4, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുയുടെ സാക്ഷാൽ നാമം. ഉത്തരം നുഅ്മാൻ. അഞ്ചാമത്തെ ചോദ്യം, ബനു ഹാഷിമിലെ 1ാം ഖലീഫ. ഉത്തരം അലി റളിയല്ലാഹു അൻഹു. ഇനി അടുത്ത ഭാഗം 2 വീതം എഴുതുക. അപ്പോൾ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് 2 ഉത്തരങ്ങൾ വീതം ഇവിടെ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, താബിഈ ഉലമാക്കളിൽ പ്രധാനികൾ. അപ്പോൾ താബിഈ ഉലമാക്കളിൽ പ്രധാനികൾ ആരൊക്കെയാണ്? അവരിൽ 2 ആളുടെ പേരാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം ഹമ്മാദ് ഇബ്നു അബി സുലൈമാൻ, നാഫിഅ്, സൽമത്ത് ഇബ്നു കുഹൈൽ, ആമിർ ശഅബി, ഇക്രിമ, അത്താഅ്, ഖത്താദ, സുഹരി. അപ്പോൾ ഇതിൽ നിന്നും 2 എണ്ണം അവിടെ എഴുതിയാൽ മതി. ബാക്കിയുള്ള എല്ലാം പഠിച്ചു വെക്കണം. ഇനി അടുത്ത ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതിൽ 2 എണ്ണം നമ്മളിവിടെ എഴുതാം. അപ്പോൾ അതിൻ്റെ ഉത്തരം നാവികസേന രൂപീകരിച്ചു, പോലീസ് സേന രൂപീകരിച്ചു, മുഅദ്ദിനുകൾക്ക് വേതനം, ഖുർആൻ പല കോപ്പികൾ, ജുമുഅ 1ാം ബാങ്ക്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ. ഉത്തരം ഷാം നാടുകൾ, ഈജിപ്ത്, ഫലസ്തീൻ, പേർഷ്യ, മൊറോക്കോ, ജോർദാൻ. ഇങ്ങനെ കുറേ പ്രദേശങ്ങളുണ്ട്. അത് പഠിച്ചു വെക്കുക. ഇവിടെ 2 എണ്ണത്തിൻ്റെ ഉത്തരം എഴുതാൻ 2 എണ്ണം മാത്രമാണ് ഉത്തരമായിട്ട് നമുക്ക് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ. ഉത്തരം ഖുത്തൈലത്തു ബിൻത് അബ്ദുൽ ഉസ്സ, ഉമ്മുർ റൂമാൻ ബിൻത് ആമിർ. ഇനി ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഇമാം മാതുരീദി വഫാത്തായ ഹിജ്റ വർഷമേത്? ഉത്തരം ഹിജ്റ 333. ചോദ്യം 2, ഇമാം അഹ്മദ് ഇബ്നു ഹൻബൽ റളിയല്ലാഹു അൻഹുയുടെ ജനാസ നിസ്കാരത്തിൽ എത്ര പേർ പങ്കെടുത്തു?
അതിൻ്റെ ഉത്തരം ഉദ്ദേശം 8 ലക്ഷം പേർ. ചോദ്യം 3. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുയുടെ 4 മക്കൾ ആരെല്ലാം? ഉത്തരം മുഹമ്മദ്, ഹസൻ, ഫാത്തിമ, സൈനബ്. 4-മത്തെ ചോദ്യം. ഇമാം അബൂ ഹനീഫൽ കൂഫിയുടെ ഖബർ എവിടെയാണ്? ഉത്തരം ബാഗ്ദാദിൽ മഖ്ബറത്തുൽ ഖൈസറാനിൽ. അടുത്ത ചോദ്യം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം എന്നായിരുന്നു? ഗോത്രം ഏതാണ്? ഉത്തരം ക്രിസ്താബ്ദം 584. ഗോത്രം ഖുറൈശിയിലെ ബനു അദിയ്. അടുത്തത് ഭരണകാലം എഴുതാം. 1-മത്തേത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം എത്രയാണെന്നാണ് അവിടെ എഴുതേണ്ടത്. ഉത്തരം 2 വർഷം 3 മാസം. 2. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ 12 വർഷം. അടുത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ 10 വർഷവും 6 മാസം 4 ദിവസം. അടുത്തത് പൂരിപ്പിക്കാം. ഇമാം അഹ്മദ് ബിനു ഹൻബൽ ഡാഷ് ഗോത്രത്തിലെ ഡാഷ് മകൻ മുഹമ്മദ് എന്നവരുടെയും ഡാഷ് എന്നവരുടെയും മകനായി ഹിജ്റ ഡാഷിൽ ബാഗ്ദാദിലായിരുന്നു ജനനം. അപ്പം അതിൻ്റെ ഉത്തരം ഷെയ്ബാൻ ഗോത്രത്തിൽ ഹൻബൽ മകൻ മുഹമ്മദ് എന്നിവരുടെയും സഫിയ എന്നിവരുടെയും മകനായി ഹിജ്റ 164 ബാഗ്ദാദിലായിരുന്നു ജനനം. എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ.